നമസ്കാരം. UPA ഭരണകാലത്ത് ശ്രീമതി സോണിയാഗാന്ധിയുടെ കാൽതൊട്ട് വന്ദിക്കുന്ന മൻമോഹൻ സിംഗിന്റെ ഒരു ഫോട്ടോ നാം എല്ലാവരും കണ്ടിരുന്നു. അത് വ്യാജ ഫോട്ടോയാണോ എന്ന് നമ്മോട് പറയേണ്ടത് തീർച്ചയായും കോൺഗ്രസ് ആണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 140 കോടി ഇന്ത്യൻ ജനതയ്ക്ക് അതെന്തൊരു നാണക്കേടാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് തന്നെ നാം കേട്ടിട്ടുണ്ട് UPAയുടെ പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധി നിയോഗിക്കപ്പെടാൻ പോകുന്നു എന്നും പിന്നീട് പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി വരാൻ കഴിയാത്തതിനാൽ ഒരു പാവ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗിനെ നിയോഗിക്കുകയായിരുന്നുവെന്നും നാം കേട്ടിട്ടുണ്ട്. അത്തരം ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സോണിയാഗാന്ധി പിന്നീട് ഇടപെട്ടിരുന്നുവെന്നും മൻമോഹൻ സിംഗ് വെറും ഒരു റോബോട്ട് പ്രധാനമന്ത്രി ആയിരുന്നുവെന്നും നമ്മോട് പല നിരീക്ഷകരും പറഞ്ഞിട്ടുമുണ്ട്. അത്തരം സോണിയാഗാന്ധിയുടെ അധികാരം, സൂപ്പർ പവർ ഉപയോഗിച്ചുള്ള ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികളുടെ രേഖകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്തുകൾ അടങ്ങിയ 51 പെട്ടികൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്നും 2008 സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കടത്തി എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. അതിൽ എഡ്വിന മൗണ്ട് ബാറ്റൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായൺ, പത്മജ നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ് തുടങ്ങിയ പല പ്രമുഖ വ്യക്തികൾക്കും എഴുതിയിരുന്ന കത്തുകൾ അതിലുണ്ടായിരുന്നു. അത്തരം കത്തുകൾ, ചരിത്ര പ്രാധാന്യമുള്ള ജീവിതരേഖകൾ വരച്ചു വയ്ക്കുന്ന അത്തരം കത്തുകൾ അടങ്ങിയ ആ രേഖകൾ എന്തിനാണ് സോണിയാഗാന്ധി സ്വകാര്യ സ്വത്തായി വെച്ചിരിക്കുന്നത് എന്നാണ് രാജ്യത്തിന് ചോദിക്കാനുള്ളത്. അതിൽ എന്താണ് കോൺഗ്രസിനെ പേടിപ്പിക്കാൻ മാത്രമുള്ള എന്ത് രഹസ്യമാണ് അതിലുള്ളത്? അതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് എഡ്വിന മൗണ്ട് ബാറ്റന് എഴുതിയ കത്തുകളാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. എഡ്വിന മൗണ്ട് ബാറ്റനും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ വ്യക്തിബന്ധം എല്ലാവരും ഇന്ത്യ മുഴുക്കെ അറിയപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അവരുടെ വ്യക്തിബന്ധത്തിലോ അവരുടെ പ്ലാറ്റോണിക് ലവിലോ ഒന്നും നമുക്കൊരു പരാതിയുമില്ല. അതല്ലാതെ എഡ്വിന മൗണ്ട് ബാറ്റൻ എന്ന വ്യക്തി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നുവോ, ഏതെങ്കിലും രീതിയിൽ ജവഹർലാൽ നെഹ്റുവിലോ മൗണ്ട് ബാറ്റൻ പ്രഭുവിലോ ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എഡ്വിനയോട് അത്ര ആഴത്തിലുള്ള ബന്ധം നെഹ്റുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവിടെ നിന്നും എഡ്വിന യാത്രയാവുമ്പോൾ നെഹ്റുവിന് കൊടുക്കാൻ വേണ്ടി ഒരു മരതക മോതിരമായിരുന്നു അത്രേ ഇന്ദിരാഗാന്ധിയെ ഏൽപ്പിച്ചത്. നേരിട്ട് നൽകിയാൽ അത് നെഹ്റു സ്വീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലായിരുന്നു അത്രേ അത് ലേഡി മൗണ്ട് ബാറ്റൻ കൊടുത്തത്. പിന്നീട് 1960 എഡ്വിന മൗണ്ട് ബാറ്റൻ അന്തരിച്ചപ്പോൾ അവരുടെ അവസാന ആഗ്രഹപ്രകാരം ഇംഗ്ലീഷ് ചാനലിലാണ് ഈ എഡ്വിന മൗണ്ട് ബാറ്റൻ്റെ ശവസംസ്കാര ക്രിയകൾ നടന്നത്. അന്ന് നെഹ്റു ചെയ്തത് ഒരു ഇന്ത്യൻ പടക്കപ്പലിനെ തന്നെ അങ്ങോട്ടയക്കുകയാണ്. ബ്രിട്ടീഷ് പടക്കപ്പലായ HMS വേക്ക്ഫുൾ എന്ന ആ കപ്പലിനെ അനുഗമിച്ചുകൊണ്ട് ഇന്ത്യൻ പടക്കപ്പലായ INS തൃശൂലാണ് നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് പോയത്. അങ്ങനെ ലാസ്റ്റ് റൈറ്റ്സ് നടത്തി അവിടെ ജമന്തി പൂക്കളോ ചെണ്ടുമല്ലി പൂക്കളോ കൊണ്ടുള്ള പുഷ്പചക്രമൊക്കെ ഇംഗ്ലീഷ് ചാനലിൽ സമർപ്പിച്ച ശേഷമാണ് INS തൃശൂൽ തിരിച്ചു വന്നത്. അങ്ങനെ ഒരു രാജ്യം ശവസംസ്കാര ക്രിയയിൽ പങ്കെടുക്കേണ്ട തരത്തിൽ എഡ്വിന മൗണ്ട് ബാറ്റന് എന്താണ്
ഇന്ത്യയുമായുള്ള ബന്ധം. അല്ലെങ്കിൽ വ്യക്തിബന്ധം മാത്രമായിരുന്നുവെങ്കിൽ എന്തിന് ഇന്ത്യയുടെ പടക്കപ്പൽ ഔദ്യോഗികമായി അങ്ങോട്ട് നെഹ്റു അയച്ചു? ഇന്നായിരുന്നുവെങ്കിൽ എന്തൊക്കെ ആയിരുന്നു വിവാദങ്ങൾ, പ്രതികരണങ്ങൾ? ഇന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത്തരം അധികാരത്തിൻ്റെ ആ വിനിയോഗങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ചർച്ചയാകാത്തത്? പണ്ട് ചാണക്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വിളക്ക് കത്തുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിനാണ് എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ പണം എടുത്തു വേണം അത് കത്തിക്കാൻ. അല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ആ വിളക്കിനുള്ള എണ്ണ വാങ്ങിക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ചുള്ള എണ്ണ അതിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെയെങ്കിൽ സ്വന്തം സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ അവസാന ക്രിയകൾ പങ്കെടുക്കാൻ ഒരു രാജ്യത്തിൻ്റെ തന്നെ പടക്കപ്പൽ അയക്കേണ്ട കാര്യം എന്തായിരുന്നു നെഹ്റുവിന്? അപ്പോൾ ഈ പെട്ടികളിൽ ഉള്ള കത്തുകളിലുള്ള രഹസ്യങ്ങൾ എന്താണ്? അതോ അതിൽ ചരിത്ര പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമോ? ഇന്ത്യയെ ഞെട്ടിക്കുന്ന, കശ്മീരിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ കാശ്മീരിനെ UN വരെ എത്തിക്കാനുള്ള നെഹ്റുവിൻ്റെ ആ ഒരു ചിന്താഗതി എവിടെ നിന്ന് വന്നു? ആരാണ് അതിനുള്ള പ്രേരണ? ഇതൊക്കെ ആ കത്തുകളിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ സ്റ്റാലിന് ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നത് പോലുള്ള വളരെ രഹസ്യാത്മകമായ കാര്യങ്ങൾ ആ കത്തുകളിലുണ്ടോ? ഇതൊക്കെയും ഭാരതത്തിന്, അത് ഭാരതീയ ജനതയ്ക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ റിസ്വാൻ ഖദ്രി എന്ന PMMLന്റെ ഓഫീസർ പറയുന്നത് പോലെ ഈ കത്തുകളുടെ ഒരു സ്കാൻ ചെയ്ത കോപ്പി മാത്രം നമുക്ക് ലഭിച്ചാൽ മതിയോ? അതിൻ്റെ ഒറിജിനൽ തന്നെ ഇന്ന് തന്നെ അത് ഭാരതം കൈക്കലാക്കിയില്ലെങ്കിൽ, പിന്നീട് ഈ ഒറിജിനൽ നശിപ്പിക്കപ്പെട്ടാൽ, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലത്ത് ഇത് വ്യാജമായി ഡിജിറ്റലായി നിർമ്മിച്ചതാണ് എന്ന് പിന്നീട് കോൺഗ്രസ് പറഞ്ഞാൽ എന്തു ചെയ്യും? ഡിജിറ്റൽ കാലഘട്ടമല്ലേ അത്? നെഹ്റുവിൻ്റെ ഫെയിമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് കോൺഗ്രസ് പറയാൻ സാധ്യതയില്ലേ? അപ്പോൾ ഈ ഒറിജിനൽ കത്തുകൾ നാം എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതല്ലേ? ഇത് രാജ്യത്തിന് വേണ്ടി എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.